ഈ പരുന്തുംപാറ വരുമ്പം ഇതുപോലെ വൈകുന്നേരങ്ങളിൽ വേണം കേട്ടോ വരാനായിട്ട്. കണ്ണപ്പൻ്റെ ഷോട്ട് അങ്ങനെ ടാസ്ക് ചെണ്ണൊക്കെ പറന്നാണ് പോകണ്ട താഴത്തേക്ക്. ചെറുപ്പൊക്കെ ഓടരുത്, ഓടി ഇറങ്ങരുത്. ഒരു വൺ ഡേ ട്രിപ്പിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സ്ഥലം തന്നെയാണ് പരുന്തുംപാറ. പല പ്രാവശ്യം പരുന്തുംപാറയിൽ പോയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇടുക്കിക്ക് പോകുന്നവരും അതുപോലെ തന്നെ കുമ്മളി തേക്കടി ഭാഗത്തേക്കും കുട്ടിക്കാനവും വാഗമണ്ണും പോകുന്നവരൊക്കെ എല്ലാവർക്കും തന്നെ പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് പരുന്തുംപാറ. എപ്പോൾ ചെന്നാലും കോടമഞ്ഞ് നമ്മളെ പൊതിയുന്ന കാഴ്ചകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു സ്ഥലം തന്നെയാണ് പരുന്തുംപാറ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ ഈ സ്ഥലം പീരുമേടിനും തേക്കടിക്കും ഇടയിലായി പീരുമേട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളർന്നു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രം എന്നാണ് പറയുന്നതെങ്കിലും ഏകദേശം വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. സ്വസ്ഥമായ അന്തരീക്ഷവും കാടിൻ്റെ നൈർമല്യവും അടുത്തറിയാൻ ഒരുപാട് സ്വദേശീയ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. സ്വദേശികൾ മാത്രമല്ല വിദേശികളെയും നമുക്കിപ്പോൾ പരുന്തുംപാറയിൽ കാണാം. പിള്ളേർ തുഞ്ചത്തിങ്ങനെ ഇപ്പൊ ഉണ്ട്. പെൺപിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. നഗരത്തിൻ്റെ തിരക്കും കോലാഹലവും വിട്ട് നിബിഡ വനങ്ങളുടെ ശാന്തമായ ദൃശ്യം ആസ്വദിക്കാൻ ഉചിതമായ ഒരു മലമ്പ്രദേശം ആണിത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ലിസ്റ്റിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കടപിടിക്കാവുന്ന തരത്തിലുള്ള ഭൂമനോഹാരിത പരുന്തുംപാറയ്ക്കുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമല കാടുകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ ഇവിടെ എത്താറുണ്ട്. ഈ പരുന്തുംപാറ വരുമ്പം ഇതുപോലെ വൈകുന്നേരങ്ങളിൽ വേണം കേട്ടോ വരാനായിട്ട്. ഇന്ന് ഈ പണിമുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ നന്നേ ആള് കുറവാണ്. സീനെടുക്കുക താഴത്തേക്കൊക്കെ വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 പാടും വളരെ ദൂരത്തോളമുള്ള മലനിരകൾ കാണുവാനായിട്ട് കഴിയും. മഞ്ഞുമൂടി ഇടയ്ക്കിടെ കാഴ്ച മറയുകയും താമസിയാതെ അത് കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നത് മനോഹരമായ അനുഭവമാണ്. ഇവിടുത്തെ ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസ്സുമായി അത്ഭുതകരമായ സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ടാഗോർ പാറ എന്നും അറിയപ്പെടുന്നുണ്ട്. ഭ്രമരം എന്ന ചിത്രത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ പരുന്തുംപാറയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു വാഗമൺ പോകാറുള്ളവരെല്ലാവരും തന്നെ ഏകദേശം ഈ പരുന്തുംപാറയിലും എത്താറുമുണ്ട്. വാഗമണ്ണിൽ നിന്ന് പീരുമേട്ടേക്കുള്ള വഴിയിലാണ് ഒരു മനോഹരമായ ഈ ഒരു ചെറിയ സ്ഥലമുള്ളത്. പരുന്തുംപാറയിലെ പ്രധാന ആകർഷണങ്ങളെന്ന് പറയുന്നത് സൂയിസൈഡ് പോയിന്റും അതുപോലെ തന്നെ ടാഗോർ ഹെഡുമാണ്. ശക്തമായ പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നിൻ മുകളിൽ പച്ചപ്പ് നിറഞ്ഞതും തണുത്ത മൂടൽമഞ്ഞുള്ള കാറ്റും നമുക്കിവിടെ ലഭിക്കും. എന്നാൽ ഈ കുന്നുകളുടെ ഭംഗിയിൽ അപകടവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം പാറക്കെട്ടിൻ്റെ ഒരു വശം ആഴത്തിലുള്ള കിടങ്ങുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെല്ലണം അവിടെ. കേട്ടാ ദിമിച്ചേട്ടൻ നമ്മളെക്കാൾ മുന്നേ ഓടിയെത്തി അവിടെ. ദീപ് കണ്ട ഇവന്മാര് ഇവിടെ കയറിയിരിക്കുന്ന നോക്കി. നമുക്ക് വേണ്ടി അവർ ഒഴിഞ്ഞു തരുവാ കേട്ടാ. കയറാനാണ് നമ്മൾ കയറിക്കൊള്ളണം. കുറച്ച് കഷ്ടപ്പാടോടെയൊക്കെ നമ്മൾ ഈ കുന്നിൻ മുകളൊക്കെ കയറുകയാണെങ്കിൽ
കണ്ണുകൾക്ക് വർണ്ണാഭമായ ഒരു വിരുന്നായിരിക്കും നമുക്ക് ലഭിക്കുക. ഇവിടെ നിന്ന് കയറി ഇതാ സാധനത്തിലാണ് നമുക്ക് ഇരിക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് കണ്ടതാട്ടാ. ബോംബെ ഇറങ്ങി കേട്ടാ. ബോംബെ അങ്ങനെ ഇരുന്നിരുന്ന് തന്നെ പോയാൽ മതി. കണ്ണപ്പൻ ആ ചവിട്ടുന്ന സ്ഥലം നോക്കണേ, മണ്ണങ്ങോട്ട് ഇടിയരുതേ. ഇനി ഓക്കെ ഇത് മാത്രമേ ഉള്ളൂ ടാസ്ക്. അത് അവര് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇങ്ങോട്ട് കയറാൻ. ഇവിടത്തെ ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. കാല് നോക്കണേ. പതിവ് കാഴ്ചകളും ഒരേ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ വിരസമായ വഴികളുമെല്ലാം നമ്മൾ കണ്ടുമടുത്തുവെങ്കിൽ പരുന്തുംപാറ നിങ്ങൾക്ക് ഒരു അത്ഭുതമായിരിക്കും. ഏറ്റവും മുകളിലുള്ള പാറയിലേക്ക് കയറുകയാണെങ്കിൽ ഒരു ദീർഘനിശ്വാസം എടുക്കുക. ഇടയ്ക്കിടെ മൂടൽമഞ്ഞ് കാണിക്കുന്ന പ്രകൃതിയുടെ ഗംഭീരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാം. ഇവിടെ നിന്നാൽ ശബരിമലയിലെ വെള്ളച്ചാട്ടങ്ങളുടെയും അനന്തമായ കുന്നുകളുടെയും നിത്യഹരിത വനങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾക്കായി വർഷം തോറും വിനോദസഞ്ചാരികളുടെ തിരക്കാണിപ്പോൾ അനുഭവപ്പെടാറുള്ളത്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ഈ പാറ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ആ സമയത്ത് കാലാവസ്ഥ ഏകദേശം മിതമായിരിക്കും. മൂടൽമഞ്ഞ് പ്രകൃതിയുടെ മനോഹരമായ ഒളിച്ചുകളിയുടെ കാഴ്ചകൾ കാണാൻ കൂടുതൽ സാധ്യതയുമുണ്ട്. എന്നാൽ വർഷത്തിലെ എല്ലാ ദിവസവും അതിരാവിലെയും വൈകുന്നേരവും ഇവിടെ മൂടൽമഞ്ഞിൻ്റെ മാന്ത്രികത നമുക്ക് കാണാം. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഈ സ്ഥലത്ത് കഴുകൻ്റെ തലയോട് സാമ്യം തോന്നിപ്പിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാൽ ആകാശം നമുക്ക് അടുത്താണെന്ന് തോന്നിപ്പോകും. കണ്ണപ്പൻ്റെ ഷോട്ട്. അങ്ങനെ ടാസ്ക് അതേലും ഇവിടെ അത് ഭാഗ്യം. പിടിക്കാനും പറ്റിയല്ലോ, പിടിക്കണവന് ഉൾപ്പെടെ വാഴ പോവും. ബോംബെക്ക് കൈപിടിച്ചു തന്നെ ഇഷ്ടമല്ല. ആയിരക്കണക്കിന് താഴ്ചയിൽ കൂറ്റം മരങ്ങളുടെ പച്ചപ്പ് നമുക്ക് കാണാം. അനന്തമായ ഹരിതാഭമായ വനങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും പക്ഷിക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു ട്രക്കിങ്ങും നമുക്ക് ലഭിക്കും. ഏത് സമയത്ത് നമുക്കിവിടെ വന്നാലും മൂടൽ മഞ്ഞും ചെറിയ ചാറ്റൽ മഴയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ്. പരുന്തുംപാറയിലെ കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമാണ്. വിശാലമായി നീണ്ടു നിവർന്നു കിടക്കുന്ന മലയോരങ്ങളും താഴ്വരയും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഒരു വൺ ഡേ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്താൽ വാഗമണ്ണും കുട്ടിക്കാനവും പരുന്തുംപാറയും എല്ലാം കണ്ട് നമുക്ക് വൈകിട്ട് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തിരിച്ചെത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെയും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.